ഗായ്സ് നമ്മളിപ്പം 1:23 ഗായ്സ്. സോ ഈ 1:30 നമുക്ക് എന്തായാലും ക്ലാസ്സിൽ കയറണം. അപ്പോൾ ഞങ്ങൾക്ക് ആഫ്റ്റർനൂണുള്ള ഞങ്ങളുടെ കുറച്ച് അടിപൊളി ഫണ്ട്സാണ്. എൻ്റെ പിള്ളേർ അവിടെ നോക്കുന്നു, ടാറ്റ കൊടുക്കൂ. യെസ് ഗായ്സ്, എൻ്റെ പിള്ളേർ അവിടെ നിന്ന് എനിക്ക് ടാറ്റ ഉണ്ട്. ആരാധകര് ശാന്തരാകുകയും ഞാൻ പറഞ്ഞാലും അവർ ശാന്തരാകത്തില്ല. ആയിരം അവാർഡുകളെക്കാളും ഞാൻ വിലമതിക്കുന്നത് നിങ്ങളുടെ ഈ സ്നേഹത്തെയാണ്. നിങ്ങളാണ് എന്നെ വളർത്തിയത്. നിങ്ങൾ തന്ന ഊർജമാണ് ഈ സിരകളിലൂടെ ഒഴുകുന്നത്. സോ നമുക്ക് 1:30 എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ പിള്ളേരോട് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, കം വിത്ത് മീ മാൻ. ഇതാണ് ഞങ്ങളുടെ അനുസരി. അല്ല അനുസരി, ഉച്ചയ്ക്ക് ചോറ് കഴിച്ചോ? ചോറോട് വെറുതെ ചൊറിയും കുത്തി ഇവിടെ ഇരിക്കുക, ഒരു പണിയും ഇല്ലാതെ ഇവിടെ ഇരിക്കുക. ഇതാണ്ടേ അടുത്ത വാല തൂങ്ങി 1:30 വരെ ഇങ്ങനെ വാല തൂങ്ങി വെറുതെ ഒരു പണിയില്ലാതെ. രണ്ടാമത്തെ ആള് ഇവന്മാരെ ശരിക്കും മനസ്സിലായിട്ടില്ല. ഈ ലൈഫ് ബോയ് സോപ്പിന്റെ ഒക്കെ പരസ്യത്തില് സോപ്പ് ഒരച്ച് കഴിയുമ്പോ എല്ലാ കീടാണുക്കളും ചത്തൊടുങ്ങിട്ട് 2 കീടാണുക്കൾ മാത്രം ബാക്കി വരില്ലേ? ആ 2 കീടാണുക്കളാണ് ഇരിക്കുന്ന രണ്ടും, ഡിങ്കും മിങ്കും. എന്റെ ബാക്കിൽ ഒരാൾ നിൽക്കുന്നുണ്ടോ? വെറുതെ ഇവിടെ നമുക്കറിയാം, ഇവിടെമാരൊക്കെ നമുക്കറിയാം. ഇതിനു വേണ്ടി മാത്രമല്ല ഞാൻ ഞങ്ങൾ കള്ള വൈബ് ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിലെ അപമാനം എല്ലാരും കാണിക്കൂ. പടന്നെ വ്ലോഗ് എടുക്കുമ്പോ കണ്ടോ, എല്ലാരും ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മലയാളം ടീം ആട്ടോ ഇവിടെ. ഇവർ ഉച്ചയ്ക്ക് ഇങ്ങനെ അതാണ് നമ്മുടെ ആദ്ര. ഒരു ഹൈ പറ. നമസ്കാരം. ഞങ്ങളുടെ സമ്പത്തിന് ഇപ്പോൾ ഉള്ള പണി തന്നെ വെറുതെ ഇരിക്കുക, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഇപ്പൊ ഫോൺ കളിച്ചോണ്ടിരിക്കുക. ഞങ്ങൾ പുതിയ ഫോണൊക്കെ വാങ്ങി. നെക്സ്റ്റ് പറയുമ്പോ നമുക്കുള്ളത് നമ്മുടെ സ്വന്തം അഞ്ജീഷ്മോൻ. അഞ്ജീഷ്മോനെ കണ്ടില്ല? അഞ്ജീഷ്മോൻ തന്നെ അവൻ ഉച്ചയ്ക്ക് വെറുതെ ഇരിക്കുക, ഫോണിൽ കളി. ചോറൊക്കെ ഉണ്ട്, വെറുതെ ഇരിക്കുക. ഓക്കെ, ഇനി രക്ഷയില്ല. തിന്ന ബിരിയാണി പോലും ദഹിച്ചു പോയി. നമുക്ക് ഇനി അടുത്ത ആഴ്ചയാണുള്ളത് നോക്കാം. ചോറ് കഴിച്ചിട്ട് വെറുതെ ഇരിക്കുന്ന കാര്യങ്ങളാണ് ചേച്ചി മറന്നു. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഇതാണ് എൻ്റെ സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ്. ഞാൻ എൻ്റെ ക്ലാസ് റപ്പ് അനാമികനായി പറയൂ. ഞങ്ങൾ ലെസൺ റിസർച്ചിലാണ് ഞാൻ വന്നിലേക്ക് വരാം. ഞാൻ ഇതാണ് സുബിത. ഇനി 2 പേരും ഉണ്ട് ഗൈസ്. ഞാൻ ഞങ്ങളുടെ സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ്. ഉച്ചയ്ക്ക് അവർ പഠിക്കുകയാണ്. ഉച്ചയ്ക്കുള്ളൊരു ബ്ലോഗ് കേട്ടോ. പിന്നെ വാഷ്റൂമിൽ ആരെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. കണ്ടോ, അതാണ് എൻ്റെ ഇതാണ് എൻ്റെ രേഷ്മ ചേച്ചി, രേവതി ചേച്ചി. നോക്കൂ, അവർ ഫുഡ് കഴിച്ചിട്ട് ഇരിക്കുകയാണ്. ഇതാണ് എൻ്റെ അദ്വ ചേച്ചി, ഇതാണ് എൻ്റെ അശ്വ ചേച്ചി. പ്രായം കുറേ ഉണ്ടെങ്കിലും കണ്ടാൽ മനസ്സിലാവത്തില്ല എന്നേ ഉള്ളൂ. അതാണ് അശ്വജി ചേച്ചിക്ക്. ഉച്ചയ്ക്ക് എന്തൊക്കെ പരിപാടിയാണ് ഇവിടെ? പൊതുവെ എന്തൊക്കെ പരിപാടിയാണ് കോളേജിൽ ചെയ്യുന്നത്? ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിച്ചിട്ട് ഇത് ഭയങ്കര മടിയാട്ടോ പറയാൻ. ഉച്ചയ്ക്ക് എന്താ ചെയ്തത്? ഭയങ്കര താണമാന്ന് തോന്നുന്നു. അതാണ് ഞങ്ങളുടെ കോളേജിലെ എല്ലാവരുടെയും മെയിൻ ആയിട്ടുള്ളൊരു. എന്നെ കുറിച്ച് 2 വാക്ക് പറ കേക്കട്ടെ. കൊള്ളാം, നല്ലതാ, 2 വാക്ക്. ഓക്കെ, താങ്ക് യു. വരൂ. ഞാൻ കോളേജിലെ ഒരു ടൂർ ഞാൻ പിന്നെ എടുക്കാമേ. പ്രിൻസിപ്പൾ ആബ്സെന്റ് ആട്ടോ. ഇത് തീർന്നില്ലേ? ജോയിന ചാച്ച ഉപദ്രവം തോണ്ടൽ. എന്നെ നോക്ക ഉപദ്രവം തോണ്ടലില്ല. ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്ന ഇല്ലില്ല. ഏറ്റവും കൂടുതൽ ഞങ്ങൾ കോളേജിൽ ഉപദ്രവിക്കുന്ന ഏറ്റവും വലിയ വ്യക്തിയാണ് ഈ ജോയിന ചാച്ചി. കണ്ടോ? പിന്നെ ഇതാണ് ഗൈസ് എൻ്റെ വാലുകൾ. ഞാൻ എവിടെ പോയാലും എന്ത് ചെയ്താലും എൻ്റെ കൂടെയുള്ള വാലുകൾ കണ്ടോ? ഉച്ചയ്ക്ക് വെറുതെ ഇരിക്കുന്നതാണ് എൻ്റെ വാലുകൾ. എൻ്റെ രേവതി മോൾ എല്ലാം അവിടെ നിങ്ങൾ കണ്ടു കാണും. സോ മറ്റൊരു ആഫ്റ്റർനൂൺ വ്ലോഗുമായിട്ട് വരുന്നവരെ